നേഴ്സിംഗ് ഫീസ് വർധനവ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയില്ല എങ്കിൽ പരാതിക്കാരൻ്റെ താല്പര്യം എന്ത്? നമസ്കാരം, ഞാൻ എം കെ തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ് കർണാടകയിലെ നേഴ്സിംഗ് ഫീസിൻ്റെ വർധനവ് ഉണ്ടായപ്പോൾ 2021 സെപ്റ്റംബറിൽ അത് ചോദ്യം ചെയ്ത് ഞാൻ കർണാടക ഹൈക്കോടതി ഒരു പൊതുതാൽപര്യ ഹർജി കൊടുത്തിരുന്നു. അത് കുറേ നൂലാമാലകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം അത് ഹിയറിങ്ങിന് വന്നു. 13/12/2024 അത് ഹിയറിങ്ങിന് വന്നപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ഈ പരാതിക്കകത്ത് പരാതിക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. പൊതുതാൽപര്യ ഹർജിയാണ്. അപ്പം ഒരു സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇത് എഫക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ വിക്ടിംസും ആകുന്നത് ഈ കർണാടകയിൽ പഠിക്കാൻ വരുന്ന അയൽ സംസ്ഥാന വിദ്യാർത്ഥികളാണ്. ഫയൽ കണ്ടപ്പം കോടതി നമ്മുടെ അഡ്വക്കേറ്റോട് ചോദിച്ചതാണ്, ഈ പരാതിയിൽ കക്ഷികളാകാനായിട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരും ഇല്ലല്ലോ, പിന്നെ എന്താണ് പരാതിക്കാരൻ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന്. പിന്നെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ച് കോടതിക്ക് മനസ്സിലാക്കി കൊടുത്തു. കാര്യം ഞാനിത് പോയത് ആരെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഫീസ് ഇളവ് ലഭിച്ച് പഠിക്കട്ടെ എന്നിരുന്നാലും കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അടുത്തൊരു സന്തോഷ വാർത്തയാണ്, കോടതി എതിർകക്ഷികളായിട്ടുള്ള റെസ്പോണ്ടൻസ് എന്ന് പറയും, അവർക്കെല്ലാവർക്കും നോട്ടീസ് ആയിട്ടുണ്ട്. ഒന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് കർണാടക, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, കർണാടക സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല, UGC, ഇവർക്കെല്ലാവർക്കും നോട്ടീസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നിലവിൽ 2023 പുതുക്കിയ ഫീസ് അനുസരിച്ച് 1,40,000 രൂപയാണ് പ്രതിവർഷം ഫീസ്. അതേ ഈടാക്കാമുള്ളൂ. അതാണ് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കുക. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ? അത് ആർക്കൊക്കെ താല്പര്യമുണ്ട്? ഫീസ് കുറഞ്ഞ് കിട്ടുന്നത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കുക. പുതിയ വിവരങ്ങളുമായിട്ട് വീണ്ടും വരാം. ചാനലിൽ താല്പര്യമുള്ളവരൊക്കെ, വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ കമൻറ്റൊക്കെ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് പറയുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.